നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു റെമഡി, ഇത് നല്ല രീതിയിൽ നമ്മുടെ സ്കാൽപ്പൊക്കെ ക്ലെൻസ് ചെയ്യാനും തലമുടിയിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും ഒക്കെ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടി വളരാനും വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പ് നമ്മൾ ആഴ്ചയിൽ 1, 2, 3 പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ നല്ലതായിട്ട് നമ്മുടെ മുടിയെ ക്ലെൻസ് ചെയ്യാനും മുടി വളർത്തിയെടുക്കാനും താരനൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറാനായിട്ട് സഹായിക്കും. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സുരക്ഷിതരായിട്ടും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നമുക്ക് ഈ ഒരു കൊറോണയുടെ സമയം കൂടിയാണ് വരുന്നത്. ഓരോ ദിവസവും കൂടിയും കുറഞ്ഞും ഇങ്ങനെ കൂടി കുറഞ്ഞ് അങ്ങനെയാണ് നിൽക്കുന്നത് അല്ലേ. ഒന്ന് കൂടിയാൽ പിന്നെ 2 ദിവസം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക. എല്ലാവർക്കും ഈ വരുന്ന ഓണം, നമുക്കൊരു ഓണക്കാലം കൂടി വരികയാണ്. അപ്പോൾ ഈ ഒരു ഓണം നമുക്ക് പഴയ പോലെ നമുക്ക് അത്ര ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിലും വീട്ടിലിരുന്ന് സേഫായിട്ട് ആഘോഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ പായ്ക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ഈ പായ്ക്കിനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 പിടി ഉഴുന്നാണ്. അപ്പോൾ ഈ ഉഴുന്ന് നമ്മളൊന്ന് കഴുകിയിട്ട് ഒന്ന് ജസ്റ്റ് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. അപ്പം രാത്രി ചെയ്തിട്ട് പിറ്റേന്നാണ് നമ്മളിത് എടുക്കാൻ പോകുന്നത്. ഉഴുന്ന് പണ്ട് മുതലുള്ളവർ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പണ്ട് മുതലുള്ള മുത്തശ്ശിമാരൊക്കെ ഈ മറ്റേ നമ്മൾ ചെമ്പരത്തിത്താളി ഇല്ലേ, അതുപോലെ ഉപയോഗിക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ ഉഴുന്നിൻ്റെ വെള്ളം. അത് വെച്ചിട്ട് മുടി കഴുകുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ മുത്തശ്ശിമാർ മുടി കഴുകി കൊടുത്തിട്ടുണ്ട്, ഉഴുന്ന് വെള്ളത്തിൽ മുടി കഴുകി കൊടുത്തിട്ടുണ്ടെന്ന്. ഇതിനി നമുക്കൊന്ന് ജസ്റ്റ് കഴുകിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതൊന്ന് ജസ്റ്റ് ചതച്ചെടുക്കണം. നന്നായിട്ട് ചതച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്കൊരു 1-2 ഗ്ലാസ് വെള്ളത്തിൽ 1-1.5-2 ഗ്ലാസ്, അതായത് നിങ്ങളുടെ മുടിയുടെ നീളത്തിനനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം കൂടി ഈ ഒരു ഉഴുന്നിലേക്ക്, ചതച്ച് വെച്ച ഉഴുന്നിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അടച്ച് വെക്കാം. ഇനി ഇത് പിറ്റേ ദിവസം രാവിലെ നമുക്കെടുത്ത് നോക്കാം. അപ്പോൾ പിറ്റേന്നായിട്ടുണ്ട്. ഈ വെള്ളത്തിൻ്റെ നിറമൊക്കെ മാറി ഒരു വൈറ്റ് നിറമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം, അതായത് ഈ ഉഴുന്ന് അരിച്ചെടുത്തിട്ട് ഈ ഉഴുന്ന് വെള്ളത്തിലാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഒരു വാട്ടറാണ്. ഈ ഒരു വെള്ളം നമ്മൾ സാധാരണ കഞ്ഞിവെള്ളമൊക്കെ യൂസ് ചെയ്തില്ല, അതായത് കുളിക്കാൻ കയറുമ്പോൾ മുടി നന്നായിട്ട് ഈ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം സാധാ വെള്ളത്തിൽ നന്നായിട്ട് അലമ്പി കഴുകുക. അങ്ങനെയാണ് ഇത് കഴുകേണ്ടത്. ഷാമ്പുവോ താളിയോ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ.